ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ് ലേണിംഗ്സ്. സോ നമ്മുടെ കില്ലർ സീരീസിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്വിസിറ്റുമായി ബേസ് ചെയ്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ഓരോ ഫാക്കൽറ്റീസും അവർ കൈകാര്യം ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മുടെ സിലബസിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ നോൺ ഡീറ്റെയിൽഡ് ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള 20 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ആബ്സെൻസ് ഓഫ് ദ അക്യൂസ്ഡ് മാൻ ബെനറേസ് ലവർ അണ്ടർസ്കോർസ്. അപ്പൊ ലീല ബെനറെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന വിജയ് ടെണ്ടുൽക്കർ എഴുതിയിട്ടുള്ള ഒരു ഡ്രാമയാണ് സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. ആ ഡ്രാമയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ലീല ബെനറയെ കുറ്റവാളിയായി അവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ ലീല ബെനറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ലവർ പ്രൊഫസർ ഡാംലെയാണ് ആ ഒരു ലവർ, അല്ലെ? പ്രൊഫസർ ഡാംലെ ഒരിക്കലും നമ്മുടെ ഡ്രാമയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ആരും സംസാരിക്കുന്നില്ല. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടെ നമുക്ക് അറിയാം, സുഗാത്മെ പറയുന്നുണ്ട് ഒരു സെഷൻ നടക്കുകയും ആ സെഷനിൽ പ്രതിസ്ഥാനത്ത് സ്ത്രീ വരികയും ചെയ്താൽ വളരെ രസകരമായിരിക്കും എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പോലും അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ട്രയൽ ചെയ്യുന്നത് വളരെ ക്യൂരിയോസിറ്റി ഉള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണുന്നു. എന്നാൽ കുറ്റം ചെയ്ത ഒരു പുരുഷനെ കോർട്ടിലേക്ക് സമ്മൺ ചെയ്യുന്നത് പോലും അവര് ചിന്തിക്കുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത് സ്ട്രക്ചറൽ ജെൻഡർ ബയസ്. ഓപ്ഷൻ ബി, സ്ട്രക്ചറൽ ജെൻഡർ ബയസ് തന്നെയാണ്. ഓക്കെ, ആ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ പ്ലേ കോർട്ട് ഈസ് ഇൻ സെഷൻ ദ റോൾ പ്ലേയിങ് ആസ്പെക്ട് ഓഫ് ദ ട്രയൽ റിവീൽസ് ദാറ്റ്. ഇപ്പൊ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്ന് പറയുന്ന ഈ ഡ്രാമയില് ഒരു നാടക സംഘം ഒരു ഗ്രാമത്തിൽ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കോർട്ടിനെ കുറിച്ചുള്ള, കോർട്ട് സെഷനെ കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നതാണ്. എന്നാൽ അവര് ഒന്ന് റിഹേഴ്സൽ ചെയ്യാമെന്ന് പറഞ്ഞു നിന്നിട്ട് അതിലുള്ള ലീല ബെനറെ എന്ന് പറയുന്ന ഏക ഫീമെയിൽ ക്യാരക്ടറിനെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രാമയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെ? അപ്പൊ ഇതില് റോൾ പ്ലേയിങ് എന്തിനാണ് റിവീൽ ചെയ്യുന്നത്? ഇവിടെ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പൊ കൗശികർ ഉണ്ട്, സുഗാത്മയുണ്ട്, പോക്ഷയുണ്ട്, അവരെല്ലാവരും ഓരോ റോളിലേക്ക് വരുന്നുണ്ട്. ഈ റോൾ എന്തിനെ റിവീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതോറിറ്റി ഡിപ്പെൻഡ്സ് ഓൺ പെർഫോമൻസ്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുള്ള അതോറിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ ഓരോ ആളുകളും അവരുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ അതോറിറ്റി വരുന്നത്. അപ്പൊ അവിടെ ലോയർ സുഗാത്മയാണ് അവിടെ ലോയറായിട്ട് വരുന്നത്. അദ്ദേഹം തന്നെയാണ് ഡിഫൻസിന്റെ ഭാഗത്തും ഒക്കെ വാദിക്കുന്നത്. രണ്ട് ഭാഗത്തും വാദിക്ക് വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും ഒക്കെ വാദിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതനുസരിച്ചുള്ള അതോറിറ്റി ആൾക്ക് ഉണ്ടാകും. ദെൻ കൗശികർ ജഡ്ജായിട്ട് നിൽക്കുന്ന സമയത്ത് അതനുസരിച്ചുള്ള ഒരു അതോറിറ്റി ഉണ്ടാകും. ലീല ബെനറയാണ് അവിടെ അക്യൂസ്ഡ്. അതുകൊണ്ട് അവിടെ ശബ്ദമുയർത്താനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ആൾക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ടേക്കൻ ആസ് എ ഹോൾ ദ കോർട്ട് ഈസ് ഇൻ സെഷൻ സജസ്റ്റ് ദാറ്റ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റീസ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്ന ഡ്രാമയിൽ നീതിയെ കുറിച്ച് എന്താണ് പറഞ്ഞു വെക്കുന്നത്? അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നീതി എന്ന് പറയുന്നത് അത് പ്രൊസീജിയർ ആണോ? അല്ല. ന്യൂട്രൽ ആണോ? അല്ല. സോഷ്യലി കൺസ്ട്രക്റ്റഡ്. ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സമൂഹം ഉണ്ടാക്കുന്നതാണ്, അല്ലെ? ഓരോ സമൂഹവുമാണ് അവിടെ എന്താണ് നീതി എന്നത് നിർവചിക്കുന്നത്. അതുപോലെ പവർ ലാഡൻ, ആരുടെ ഭാഗത്താണോ അധികാരമുള്ളത് അവർക്ക് കൂടുതൽ നീതി കിട്ടുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ നമ്മൾ അടുത്ത മുൽക്രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന നോവലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇൻ അൺടച്ചബിൾസ് ഭഗാസ് ഹൈറ്റൻഡ് സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് ബെസ്റ്റ് ഇന്റർപ്രറ്റഡ് ആസ്. അപ്പൊ അൺടച്ചബിളിലെ കേന്ദ്ര കഥാപാത്രമാണ് ബഗ. ബഗ ആരാണ്? ഒരു സ്വീപ്പർ ആണ്, അല്ലെ? അദ്ദേഹം ഒരു സ്വീപ്പർ ആണ്. എന്നാൽ മറ്റുള്ള സ്വീപ്പേഴ്സിനെ പോലെ, അച്ഛനായിട്ടുള്ള ലഗയെ പോലെയൊന്നും അല്ല ബഗ. ബഗയ്ക്ക് ഒരു സെൽഫ് കോൺഷ്യസ്നെസ്, ഒരു സ്വയം ബോധമുണ്ട്, സെൽഫ് അവയർനെസ് ഉണ്ട്. ഈ സെൽഫ് അവയർനെസ്സിനെ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സൈക്കോളജിക്കൽ ഇമെച്യൂരിറ്റി ആണോ? അല്ല. ആള് സൈക്കോളജിക്കലി മെച്യൂർ ആകാണ്, അല്ലെ? ദെൻ കൊളോണിയൽ മിമിക്രി ഷേപ്ഡ് ബൈ എക്സ്പോഷർ ടു ബ്രിട്ടീഷ് ഹാബിറ്റ്സ്. ബ്രിട്ടീഷ് ഹാബിറ്റ്സ്, അദ്ദേഹം പല ബാരക്സിലൊക്കെ, ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരൊക്കെ ജോലി ചെയ്യുന്ന ബാരക്സിലൊക്കെ ശുചീകരണത്തിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അവരുടെ രീതികളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ബ്രിട്ടീഷ് ഹാബിറ്റ്സ് കണ്ട് അതേ രീതിയിൽ കൊളോണിയൽ മിമിക്രി,
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഈ കൊളോണിയൽ വൈറ്റ് മാൻ ആണ് ഏറ്റവും മികച്ച ജീവിതം ലീഡ് ചെയ്യുന്നത്. അപ്പൊ അവരെ പോലെ ആകണമെന്ന ചിന്ത നിരന്തരം അദ്ദേഹത്തിന് വരുന്നുണ്ട്. അദ്ദേഹം ടോമി സ്റ്റൈൽ പിന്തുടരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ടോമി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ്. അവരുടെ രീതിയിൽ ജാക്കറ്റ് ധരിക്കുക, സ്മോക്ക് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ആള് മിമിക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോമി കെ ബാബ പറഞ്ഞതുപോലെ ഒരു മിമിക്രി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നുണ്ട്. അപ്പൊ കൊളോണിയൽ മിമിക്രി, അൺടച്ചബിളിലുള്ള ബഗയെ തന്റെ കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരിക എന്നതിലുപരി ബ്രിട്ടീഷ് രീതികളാണ് കുറച്ചുകൂടി ആപ്റ്റ്. ബ്രിട്ടീഷ് രീതികൾ മിമിക് ചെയ്തുകൊണ്ട് എനിക്ക് ഈ സോഷ്യൽ ക്ലൈംബിംഗ് സാധ്യമാകുമെന്നൊരു അബദ്ധധാരണ ആർക്കുണ്ട? ബഗയ്ക്ക് ഉണ്ട്. ക്ലിയർ? അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പലതരത്തിലുള്ള ഇമിറ്റേഷൻസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അൺടച്ചബിൾ ദ മെഷീൻ പ്രപ്പോസൽ അറ്റ് ദ എൻഡ് സിഗ്നിഫൈസ്. അൺടച്ചബിൾ എന്ന നോവലിന്റെ അവസാനത്തിൽ 3 സൊല്യൂഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ബഗ അല്ലെ, ബഗ നാട് വിട്ടൊക്കെ ഒളിച്ചോടി പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമയത്ത് സ്ഥലത്ത് മഹാത്മാഗാന്ധിജിയുടെ ഒരു വലിയ സ്പീച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്പീച്ചും അതിനുശേഷം നടക്കുന്ന ചില കോൺവെർസേഷൻസും ഡിസ്കഷൻസും ഒക്കെ കേട്ട ശേഷം അവിടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഫ്ലഷ് സിസ്റ്റം. ഫ്ലഷ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ, ഫ്ലഷ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഗ ഒരു സ്വീപ്പറാണ്. സ്വീപ്പർ എന്ന് പറയുമ്പോൾ തൂപ്പുകാരൻ മാത്രമല്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടതും ബഗയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് മാനുവലി ക്ലീൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെ? ഡങ് ടച്ച് ചെയ്യുന്നത് ആരും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു പക്ഷേ ഡങ് ഞങ്ങൾ ടച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കും മറ്റുള്ള ആളുകൾ ഞങ്ങളെ വെറുക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത് ടച്ച് ചെയ്യാതിരുന്നാൽ, അപ്പൊ അതിന് മറ്റൊരു സിസ്റ്റം, ഫ്ലഷ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവിടെ മെഷീൻസ് ആ ഒരു ജോലി ചെയ്തോളും, നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ ഫ്ലഷ് സിസ്റ്റം നമ്മുടെ ജോലി ചെയ്യാതെ കുറച്ചുകൂടി നല്ല ജോലി ചെയ്യാൻ സൗകര്യം ഒരുക്കി തരുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, അല്ലെ? സോ ഈ ഒരു ഫ്ലഷ് സിസ്റ്റം എന്താണ് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മോഡേണിറ്റി ആസ് എ പൊട്ടൻഷ്യൽ ഡിസ്റപ്റ്റർ ഓഫ് കാസ്റ്റ് പ്രാക്ടീസ്. ഇവിടെയുള്ള ജാതി വിവേചനത്തെയൊക്കെ പൊളിച്ചു കളയാൻ ആധുനികതയ്ക്ക്, സയൻസിന് കഴിയും എന്നൊരു സങ്കല്പമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഗാന്ധിയൻ ആശയങ്ങളൊക്കെ എന്തിന്റെ പ്രതീകമാണ്? ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ പൊളിച്ചെഴുതാൻ കഴിയുന്നതിന്റെ ഒരു പ്രതീകമായിട്ടൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഗാന്ധി എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും മോഡേണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ലൂപ്പ് ഹോൾ ആയിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു നോവലിലേക്ക് വരാം. ദ ടൈറ്റിൽ മെറ്റഫോർ ഓഫ് സെർപ്പന്റ് ആൻഡ് റോപ്പ് പ്രൈമർലി സ്ട്രക്ചേഴ്സ് ദ നോവൽ ആസ്. രാജറാവ് എഴുതിയിട്ടുള്ള ഫിലോസഫിക്കൽ നോവലാണ് സെർപ്പന്റ് ആൻഡ് റോപ്പ്. മിസ്റ്റിക്കൽ ഫിലോസഫിക്കൽ നോവലാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഈവൻസും ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റും ഒക്കെ അല്ല ഉള്ളത്. നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരുപാട് നല്ല നല്ല ചിന്തകൾ വരുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ തന്നെ സെർപ്പന്റ് ആൻഡ് റോപ്പ് എന്നാണ്. എന്താണ് ഈ സെർപ്പന്റ് ആൻഡ് റോപ്പ് സ്ട്രക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റും? ഈ സെർപ്പന്റ് ആൻഡ് റോപ്പ് നമ്മൾ ഈ ഇല്യൂഷൻ, സൈക്കോളജിയിൽ ഇല്യൂഷൻസിനെ പറയുമ്പോൾ, ഇല്യൂഷൻ എന്താന്ന് പറയുമ്പോൾ പറയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. വേദങ്ങളിലും മറ്റുമൊക്കെ ആ ഒരു ഉദാഹരണം, ഒരു അനലോഗി കടന്നു വരുന്നുണ്ട്. ഇരുട്ട് ഉള്ള സമയത്ത് പലപ്പോഴും റോപ്പിനെ സെർപ്പന്റ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പേടിക്കാറുണ്ട്. അപ്പൊ ഇരുട്ട് കാരണം, ഇരുട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ അജ്ഞതയാണ്. അപ്പൊ അജ്ഞത ഉണ്ടായാൽ മനുഷ്യന് റോപ്പ് റിയാലിറ്റിയാണ്. അപ്പൊ റിയാലിറ്റിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. റോപ്പ് റിയാലിറ്റിയുടെ പ്രതീകമാണ്, സെർപ്പന്റ് മായയുടെ പ്രതീകമാണ്. അപ്പൊ നമുക്ക് റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ മായയിലേക്ക് നമ്മൾ പെട്ടുപോകും എന്ന് പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ടൈറ്റിൽ എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എ ഫിലോസഫിക്കൽ എൻക്വയറി ഇൻടു ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. റിയാലിറ്റിയും ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യ, ഒരു കാര്യത്തെ ശരിക്കും കാണാതിരിക്കുന്നതിനാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷനും അതുപോലെ ഹാലൂസിനേഷനും രണ്ടാണ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർസീവ് എ തിങ് വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലി. പുറമേ ഒരു വസ്തു ഇല്ലാത്ത വസ്തുവിനെ, അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദത്തെ കേട്ടു കണ്ടു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അത് പലപ്പോഴും സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ട്, മെന്റൽ അബ്നോർമാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മിസ് പെർസെപ്ഷൻ ഓഫ്
ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലി. അവിടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ട്, പക്ഷെ അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ പുറത്തൊരു സാധനം ഉണ്ട്, റോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിനെ റോപ്പായിട്ട് തന്നെ മനസ്സിലാക്കാതെ ഒരു സെർപ്പന്റ് ആയിട്ട്, ഒരു പാമ്പായിട്ട് മനസ്സിലാക്കുന്നു. അത് ഇല്യൂഷനാണ്. ഈ ലോകം മുഴുവനും ഒരു ഇല്യൂഷനാണ്, മായ, അല്ലെ? സർവം മായ എന്ന് പറയുന്നത് പോലെ ഈ ലോകം മുഴുവനും മായയാണ്. അതിൽ കാണേണ്ടത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നില്ല, ബ്രഹ്മത്തെ നമ്മൾ കാണുന്നില്ല. ബ്രഹ്മമാണ് റിയാലിറ്റി. ആ ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള വഴിയെക്കുറിച്ച് തന്നെയാണ് ഈ നോവലിൽ പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഇൻ ദ സെർപ്പന്റ് ആൻഡ് ദ റോപ്പ് അസേർഷൻ ഇങ്ങനെയാണ്: ദ നോവൽ പ്രിവിലേജ് അദ്വൈതിക് കോൺഷ്യസ്നസ് ഓവർ ഇമോഷണൽ ഫുൾഫിൽമെന്റ്. അപ്പൊ അദ്വൈത സങ്കല്പമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ ലോകം മുഴുവനും ബ്രഹ്മത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഒരു പരബ്രഹ്മമുണ്ട്, അതിന്റെ ഭാഗമാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും. അപ്പൊ അദ്വൈതിക് കോൺഷ്യസ്നെസ് ആണ് ഒരാൾ ഉൾക്കൊള്ളേണ്ടത്, എന്തല്ല? വൈകാരികമായിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് അല്ല എന്ന് നമ്മുടെ നോവൽ പറയുന്നു. അസർഷൻ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ദെൻ റീസണിംഗിലേക്ക് പോകുന്നു. ലിബറേഷൻ ഈസ് പ്രസന്റഡ് ആസ് ദ ഇൻകോമ്പറ്റബിൾ വിത്ത് അറ്റാച്ച്മെന്റ്. ലിബറേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ അറ്റാച്ച്മെന്റ്, നമുക്ക് ഉണ്ടാകുന്ന ദൈവത്തോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മോചനം അഥവാ മുക്തി കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അസേർഷനും റീസണിങ്ങും കറക്റ്റ് അല്ലേ? അസേർഷനും റീസണിങ്ങും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പൊ ഒരാൾ ലിബറേഷൻ സാധ്യമാകുന്നതും ഈ ലോകവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ നമ്മുടെ രാമ എന്ന് പറയുന്ന കഥാപാത്രം, രാമസ്വാമി എന്ന് പറയുന്നതാണ് നമ്മുടെ സെർപ്പന്റ് ആൻഡ് റോപ്പിലെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹം അവസാനം തന്റെ വൈഫിനെയൊക്കെ ഡിവോഴ്സ് ചെയ്യുന്നു, ആത്മീയ മാർഗത്തിലേക്ക് ഗുരുവിനെ തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്നതാണ് ക്ലൈമാക്സ്. അപ്പോൾ ഒരാൾക്ക് ആത്മീയമായി ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായം കൂടി വേണമെന്നതും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇനാപ്പ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും സമയത്ത് വേണ്ട എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദെൻ അടുത്തത് അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള ചോദ്യമാണ്. ദ ടൈറ്റിൽ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ അൾട്ടിമേറ്റ്ലി സിഗ്നിഫൈസ്. അപ്പൊ ഇതിൽ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ടൈറ്റിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് 4 സിബ്ലിങ്സിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പൊ അതിൽ താരയും മറ്റു സിബ്ലിങ്സും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, ആ ബോണ്ടിങ്ങിനൊടുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് സങ്കീർണതകൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു, അല്ലെ? ആ സിബ്ലിങ്സ് തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നു. ആ അകൽച്ച അവസാനം സോൾവ് ആകുന്നുണ്ട്. എല്ലാവർക്കും പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം വളരെ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താരയുടെ ചിന്തയിലേക്കാണ് നമ്മുടെ നോവൽ അവസാനിക്കുന്നത്. സോ അക്സെപ്റ്റൻസ് അച്ചീവ്ഡ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ബന്ധത്തിന് ഉണ്ടാകേണ്ട ഒരു സാധനമാണ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? ഇപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് ചിന്തിക്കുന്നത്, നമ്മുടെ അടുത്തുള്ള ആളുടെ പേഴ്സ്പെക്റ്റീവിൽ കൂടി നമ്മൾ ചിന്തിക്കണം. അവർ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത് ചിന്തിക്കണം. അവിടെ താര ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തികളും, തന്റെ സിസ്റ്റർ ആകട്ടെ, തന്റെ ബ്രദർ ആകട്ടെ, അവർ ചെയ്തതിൽ അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാകും. അത് ഉൾക്കൊള്ളണം എന്നതിലേക്ക് ആ താര മാറുന്നുണ്ട്. സോ ഓപ്ഷൻ സി. അപ്പൊ എല്ലാം നമ്മൾ അവസാനം എല്ലാം എന്ത് ചെയ്യുന്നു? കലങ്ങി തെളിയുന്നു എന്ന് പറയുന്നത് പോലെ, ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ പോലെ, ഒരു പകൽ വെളിച്ചം പോലെ എല്ലാം വ്യക്തമാകുന്നു. സിബ്ലിങ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ടും അവര് മനസ്സിലാക്കുന്നു. വീണ്ടും പഴയൊരു ബോണ്ട തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ ദ സിബ്ലിങ്സ് ഫ്രാക്ചേർഡ് റിലേഷൻഷിപ്സ് ആൻഡ് സ്റ്റാർട്ട്. നമ്മൾ പറഞ്ഞു സിബ്ലിങ്സ് കുട്ടിക്കാലത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു ബോണ്ടിങ് ആയിരുന്നു. പാരന്റ്സ് അവരുമായിട്ട് വലിയ ബോണ്ട് ഉണ്ടായിരുന്നില്ല, അല്ലെ? പക്ഷെ ആ സിബ്ലിങ്സ് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് ബ്രേക്ക് ആകുന്നു. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ സിബ്ലിങ്സിൽ വരുന്നത് താര വരുന്നുണ്ട്, ബിമ്മു വരുന്നുണ്ട്, രാജ വരുന്നുണ്ട്, പിന്നെ ഒരു ബാബ വരുന്നുണ്ട്, അല്ലെ? ഇതിൽ താരയാണ് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ബാബയും അതുപോലെ ബിമ്മുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാനസിക സംഘർഷങ്ങളൊക്കെ അവസാനം തെളിയുന്നത് ബിമ്മിന്റെ മനസ്സിലാണ്. താരയും ബിമ്മുമാണ് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. താരയും ബിമ്മുമാണ് സഹോദരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും
പരസ്പരം മാപ്പ് പറയുന്നതും താരയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അവസാനം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ക്ലൈമാക്സിൽ ഈ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്ന സാധനം മനസ്സിൽ തോന്നുന്നത് ആരുടെ മനസ്സിലാണ്? ബിമ്മിന്റെ മനസ്സിലാണ്. ബിം ഒരു സ്കൂൾ ടീച്ചറാണ്. താര പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഹസ്ബൻഡിന്റെ കൂടെ പല നാടുകളിൽ, ഹസ്ബൻഡ് ഒരു ഡിപ്ലോമാറ്റ് ആണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല നാടുകളിലും സന്ദർശിച്ച് ഒരു ദീർഘനാളുകൾക്ക് ശേഷം ബിമ്മിന്റെ അടുക്കിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, ഓൾഡ് ഡൽഹിയിലേക്ക് വരുന്ന താര ബിമ്മിനെ കാണുകയും വർഷങ്ങൾക്ക് അപ്പുറം എങ്ങനെയാണോ ബിം ഉള്ളത് അവിടെ ബിം സ്റ്റക്കായി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും, ഇനി രാജ എന്ന് പറയുന്ന അവരുടെ സഹോദരനും അവിടെ ഇല്ല. അയാള് ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ട്, വിവാഹം കഴിച്ച് അവിടേക്ക് പോയിട്ടുണ്ട്. ഒരു നാൾ പണ്ട് കാലത്ത് ബിമ്മും രാജയുമായിരുന്നു ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ ബിമ്മും രാജയുമാണ്. താര അവിടെ വന്നിട്ടാണ് കുറെ കാര്യങ്ങൾ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. സോ ദ സിബ്ലിങ്സ് ഫ്രാക്ച്വേറ്റഡ് റിലേഷൻഷിപ്സ്. അപ്പൊ ഇവിടെ ഈ ഒരു സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുകയാണ്. ബിം ഒരറ്റത്ത്, താര ഒറ്റത്ത്, രാജ മറ്റൊരറ്റത്ത്. ഇനി ബാബയ്ക്ക് പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രാക്ചേർഡ് റിലേഷൻഷിപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു കുടുംബമാകുമ്പോൾ പലപ്പോഴും ഇമോഷണൽ നെഗ്ലക്ട്, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ക്യാൻ ബി ആസ് ഡാമേജിങ് ആസ് ഓവേർട്ട് വയലൻസ്. എങ്ങനെയാണോ ഒരു ആക്രമണം, ഇപ്പൊ ഒരു കലാപം ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നു, അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും ഇമോഷണൽ നെഗ്ലക്റ്റ് കാരണമായിട്ട്, അല്ലെ? നമ്മൾ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണത്. ക്ലിയർ? ഇതിനടുത്ത് നമ്മുടെ സ്വന്തം മെൽഗുഡി ഡേയ്സിലേക്ക് വരാം. മെൽഗുഡി ഡേയ്സ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ് മെൽഗുഡി ഡേയ്സ്, അല്ലെ? അപ്പൊ മെൽഗുഡി ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. അസേഷൻ ഇതാണ്: ഹ്യൂമർ ഇൻ മെൽഗുഡി ഡേയ്സ് ഫങ്ഷൻസ് ആസ് ആൻ എത്തിക്കൽ മോഡ് റാദർ ദാൻ മിയർ എന്റർടൈൻമെന്റ്. മെൽഗുഡി ഡേയ്സിലെ മിക്ക കഥകൾക്കും ചെറിയൊരു നർമ്മമുണ്ട്. ഭയങ്കര കോമഡി എന്നല്ല, ചെറിയൊരു നർമ്മമുണ്ട്. ഇത് ഒരു എത്തിക്കൽ മോഡിന്, ചില കാര്യങ്ങൾ, ശരി തെറ്റുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിന് ഉതകുന്ന ചില ഹ്യൂമർ ആണുള്ളത്. എന്തല്ല, വെറും ഒരു എന്റർടൈൻമെന്റ് അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അസേഷൻ. അത് കറക്റ്റ് അല്ലേ? അസേഷൻ കറക്റ്റ് ആണ്. റീസണിങ്: ഇറ്റ് എനേബിൾസ് എംപതി വിതൗട്ട് മോറൽ അഗ്രഷൻ ഓർ കണ്ടാമിനേഷൻ. സോ ഓരോ സ്റ്റോറീസും നമ്മുടെ ഉള്ളിൽ ഒരു എംപതി ഉണ്ടാക്കി തരുന്നുണ്ട്. അവിടെ ഒരു മോറൽ അഗ്രഷനോ ഒരു കണ്ടംനേഷനോ അല്ല. കറക്റ്റ് അല്ലേ? നമുക്ക് വളരെ വൈകാരികമായിട്ടുള്ള ധാർമ്മിക ചിന്ത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് പുച്ഛിക്കാനോ ഒന്നും അല്ല ഈ ഹ്യൂമർ കൊണ്ടുവരുന്നത്. മറിച്ച് ഓരോ സ്റ്റോറി വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു എംപതി ഉണ്ടാക്കുക എന്ന് ഉള്ളത് മാത്രമാണ് ആർ കെ നാരായൺ ശ്രമിക്കുന്നത്. ക്ലിയർ? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ: മെൽഗുഡീസ് എൻഡ്യൂറിംഗ് അപ്പീൽ ലൈസ് ചീഫ്ലി ഇൻ ഇറ്റ്. മെൽഗുഡി പലപ്പോഴും പല തരത്തിലുള്ള കഥകളും നമ്മളോട് പറയുന്നുണ്ട്. 32 സ്റ്റോറീസ് ഉണ്ട്, അല്ലെ? മെൽഗുഡിയിൽ ഏകദേശം 32 സ്റ്റോറീസ് ഉണ്ട്. ഈ 32 സ്റ്റോറീസും മെൽഗുഡിയിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ മെൽഗുഡിയിൽ നടക്കുന്നതാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള, നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങൾക്ക്, വ്യക്തികൾക്ക് നടക്കുന്ന കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ മെൽഗുഡി എപ്പോഴും ആ ഒരു അപ്പീൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? ഹ്യൂമൻ യൂണിവേഴ്സാലിറ്റി ഗ്രൗണ്ടഡ് ഇൻ ലോക്കൽ ഡീറ്റെയിൽ. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നടക്കുന്ന കാര്യങ്ങൾ അതൊരു ലോക്കൽ ഡീറ്റെയിൽ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്നതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നെയ്ബർഹുഡിൽ നടക്കുന്ന കാര്യമാണ് എന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. വളരെ പ്രശസ്തമായിട്ടുള്ള, എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. മിഡ് നൈറ്റ് ചിൽഡ്രൻസിലെ കേന്ദ്ര കഥാപാത്രം സലീം സിനായി ആണ്. സലീം സിനായിസ് നറേറ്റീവ് ആൻഡ് റിലയബിലിറ്റി പ്രൈമർലി ഫോക്ക് ഫങ്ഷൻസ് ടു. അപ്പൊ സലീം സിനായുടെ കഥയെ, അദ്ദേഹത്തിന്റെ നറേഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ കഴിയില്ല എന്ന് അതിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. പ്രധാന കാരണം എന്താണ്? അപ്പൊ സലീം സിനായി അദ്ദേഹം ഒരു മിഡ് നൈറ്റ് ചൈൽഡ് ആണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ബയസ്ഡ് വരുന്നുണ്ട്. കാരണം റിഫ്ലക്ട് ദ ഫ്രാക്ചറേറ്റഡ് നാച്ചർ ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റി. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു രാത്രിയിലാണ് സലീം സിനായി ജനിക്കുന്നത്, 1947. പിന്നീട് അങ്ങോട്ട് സലീം സിനായിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ
നമ്മൾ സലീം സിനായി തന്നെ പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിലും റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു എന്ന് സലീം സിനായി പറയുന്നുണ്ട്. അപ്പൊ പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ പലപ്പോഴും അൺറിലയബിൾ ആയിരിക്കുന്നത് പോലെ തന്നെ സലീം സിനായിയുടെ നറേഷനും അൺറിലയബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Okay, then in Midnight Still Run, Salim Sinai's final self-image as cracking in Blaze. ഏറ്റവും അവസാനം ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് സലീം സിനായിക്ക് തന്നെ കുറിച്ചുള്ള ബോധം അത് ക്രാക്ക് ആകുന്നത് അഥവാ അതിൽ വിള്ളൽ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷൻ ആസ് എ കണ്ടീഷൻ ഓഫ് പോസ്റ്റ് കൊളോണിയൽ സബ്ജക്ടിവിറ്റി. പോസ്റ്റ് കൊളോണിയൽ സബ്ജക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിന് യൂണിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധമായാലും രണ്ടാം ലോക മഹായുദ്ധമായാലും ഏതൊരു രാജ്യത്തിന്റെ ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമുള്ള സമയത്താണെങ്കിലും ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏകതാ രൂപം, ഒരു യൂണിറ്റി ഉണ്ടാകൽ അത്ര എളുപ്പമല്ല. ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും ഒരു വലിയ ചരിത്ര സംഭവം അല്ലെങ്കിൽ വലിയൊരു ആഘാതം കഴിഞ്ഞതിന് ശേഷം ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം നേരിടുന്നത്. ആ ഒരു ഫ്രാഗ്മെന്റേഷൻ ആണ് സലീം തന്റെ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നാം നമ്മെ എങ്ങനെ കാണുന്നു അതാണ് സെൽഫ് ഇമേജ്. അപ്പൊ അദ്ദേഹത്തിന് സെൽഫ് ഇമേജിൽ വിള്ളൽ വരുന്നു എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ സബ്ജക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്രാഗ്മെന്റേഷന്റെ സൂചനയായിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് വരാം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരുന്ധതി റോയുടെ നോവലാണ്. സോ ദ കോൺസെപ്റ്റ് ഓഫ് ദ ലവ് ലോസ് ഫങ്ഷൻസ് ഇൻ ദ നോവൽ ദ ഗോഡ് ഓഫ് ദ സ്മോൾ തിങ്സ്. അപ്പൊ നമ്മുടെ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അതിൽ ലവ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം പറയുന്നുണ്ട് അല്ലെ, സ്നേഹിക്കാനുള്ള നിയമങ്ങൾ. ഈ ലവ് ലോസ് എന്താണ്? ലവ് ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ അമ്മു വെളുത്തയെ സ്നേഹിക്കുന്നു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്തയാണ്. ഈ ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളൊന്നും അല്ല പലപ്പോഴും മനുഷ്യന് സന്തോഷം നൽകുന്നത്. വെളുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഗോഡാണ്. വെളുത്തയെ അമ്മു സ്നേഹിക്കുന്നത് അന്നത്തെ സമൂഹത്തിൽ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്തൊരു നിയമമായിരുന്നു. ഒരിക്കലും ഒരു അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല. എന്നാൽ അത് ഒരു സ്നേഹത്തിന്റെ നിയമമല്ല. അതുപോലെ ഏറ്റവും അവസാനം റാഫേലും എസ്തയും ഫിസിക്കലിയും മെന്റലിയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് ചേരുന്നുണ്ട്. അപ്പൊ സിബ്ലിങ്സ് തമ്മിൽ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ലോകം അംഗീകരിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ലവ് ലോസ്, അപ്പൊ സ്നേഹത്തിന് കുറച്ച് നിയമങ്ങൾ ആര് വെച്ചിട്ടുണ്ട്? ഈ ലോകം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇംപ്ലിസിറ്റ് കോഡ് റെഗുലേറ്റിംഗ് സോഷ്യൽ ഹെറാർക്കി ആൻഡ് ഡിസയർ. അപ്പൊ സമൂഹത്തിൽ ഒരു ഹെറാർക്കി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഡിസയർ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില കോഡുകൾ, ചില ഇംപ്ലിസിറ്റ് കോഡുകൾ സമൂഹം വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടമായിട്ടോ എഴുതി വെച്ചിട്ടുണ്ടാവൂല. ഒരു അലിഖിത നിയമം ഇവിടെയുണ്ട്, അതാണ് ലവ് ലോസ്. ആ ലവ് ലോസിനെ തകിടം മറിച്ചു എന്നുള്ളതാണ് അമ്മു ചെയ്ത കുറ്റം, റാഹേലും എസ്തയും ചെയ്ത കുറ്റം. ക്ലിയർ? Then അടുത്ത ക്വസ്റ്റ്യൻ, in the novel The God of Small Things, the novel's linguistic play, capitalization, repetition and rhythm functions too. അപ്പൊ God of Small Thingsൽ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ക്യാപിറ്റലൈസേഷൻ കടന്നു വരുന്നുണ്ട്, ചില റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്, അതുപോലെ റിതം വരുന്നുണ്ട്. ഇതെല്ലാം എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇവിടെ റാഹേലിന്റെയും എസ്തയുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അൺടെർമൈൻ സ്റ്റാൻഡർഡൈസ് ഇംഗ്ലീഷ് അതോറിറ്റി, അവിടെയുള്ള ഇംഗ്ലീഷ് സ്റ്റാൻഡർഡൈസ്, ഇത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എഴുതിയിട്ടുള്ളതാണ്. റാഹേലിന്റെയും എസ്തയുടെയും പെർസ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ളതാണ്. റാഹേലും എസ്തയും അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ഇംഗ്ലീഷ് പറയുന്നതല്ല. അപ്പൊ അവിടെ കുട്ടികളുടെ സ്പീച്ച് പാറ്റേൺ മിമിക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല വരുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് ഇംഗ്ലീഷ് അതോറിറ്റിയെ തകിടം മറിക്കുക, അണ്ടർമൈൻ ചെയ്യുക എന്നുള്ളത് കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കഥ നടക്കുന്ന പശ്ചാത്തലത്തെ വെച്ച് നോക്കുമ്പോൾ, കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ, പ്രധാനമായിട്ടും ഇതിലെ പ്രൊട്ടഗണിസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ഇംഗ്ലീഷ് പറയാൻ നിർവാഹമില്ലാത്ത കഥാപാത്രങ്ങളായതുകൊണ്ട് അതിനെ അണ്ടർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ക്യാപിറ്റലൈസേഷനും റെപ്പിറ്റേഷനും റിതമും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ? ദെൻ അടുത്തൊരു നോവലിലേക്ക് വരാം, ദ വൈറ്റ് ടൈഗർ. അരവിന്ദ് അരിക എഴുതിയിട്ടുള്ള ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവലാണ് ദ വൈറ്റ് ടൈഗർ. ഓക്കെ,
അപ്പോൾ ആ നോവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസേർഷൻ ഇതാണ്: എഡ്യൂക്കേഷൻ ഇൻ ദ നോവൽ ഫങ്ഷൻസ് ആസ് ബോത്ത് എംപവർമെന്റ് ആൻഡ് ഇല്യൂഷൻ. നമ്മുടെ നോവലിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരേ സമയം എംപവർമെന്റുമാണ് ഒരു ഇല്യൂഷനുമാണ്. നമ്മുടെ വൈറ്റ് ടൈഗറിലെ കേന്ദ്ര കഥാപാത്രം, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല? കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് എംപവർമെന്റ് ടൂളാണ്. അദ്ദേഹം ചെറിയ ക്ലാസ്സിലാകുമ്പോൾ തന്നെ നല്ല ബ്രില്യൻ്റ് ആണ്. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് വൈറ്റ് ടൈഗർ എന്ന ഒരു അപരനാമം പോലും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ എഡ്യൂക്കേഷൻ കാരണമായിട്ട് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. എഡ്യൂക്കേഷൻ പലപ്പോഴും ഇവിടെ ചില ഇല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ശരി തെറ്റുകൾ എന്താണ് എന്നും ആരാണ് വലുത് ആരാണ് ചെറുത് എന്നൊക്കെയുള്ള ഒരു ഇല്യൂഷൻ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയും. ദെൻ റീസണിങ്, സ്കൂളിംഗ് റൈസസ് ആസ്പിറേഷൻ വിതൗട്ട് ഡിസ്മാൻഡിലിംഗ് സ്ട്രക്ചറൽ ബാരിയേഴ്സ്. അതും ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഇവിടെയുള്ള സ്ട്രക്ചറൽ ബാരിയേഴ്സ് ഇല്ലാതാക്കാതെ വെറും ചില ആസ്പിറേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് സ്കൂളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സ്കൂളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്ട്രക്ചറൽ ബാരിയേഴ്സിനെ ഒന്നും ഡിസ്മാൻഡിൽ ചെയ്യാതെ വെറും സ്ഥാനക്കയറ്റം മാത്രമാണ് സ്കൂൾ കൊണ്ട് വരുന്നത്. അതൊരു ഇല്യൂഷനാണ്. അതൊരു തരത്തിലുള്ള ഒരു ഇല്യൂഷനാണ്. എംപവർമെന്റ് ആണ്. കുട്ടികൾക്ക് ആസ്പിറേഷൻ ഉണ്ടാകുന്നുള്ളത് എംപവർമെന്റ് ആണ്. പക്ഷെ അപ്പോഴും ഈ സമൂഹത്തിലുള്ള അൺടച്ചബിലിറ്റി, സോഷ്യൽ ബാരിയേഴ്സ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. സോ അസേർഷനും റീസണിങ്ങും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: In the novel, the white tiger, the narratives emphasize on the confession rather than repentance implies. അപ്പൊ ഇതിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രം കത്തിലൂടെയാണ് ചൈനീസ് പ്രീമിയറിന് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം കൺഫസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കൺഫസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പശ്ചാത്തപിക്കുന്നില്ല, റിപ്പന്റ് ചെയ്യുന്നില്ല. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെൽഫ് ലെജിറ്റിമൈസേഷൻ ഓവർ എത്തിക്കൽ അക്കൗണ്ടബിലിറ്റി. അപ്പൊ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ അവിടെ എന്താണ് ശരി എന്താണ് തെറ്റ്, ഒരു എത്തിക്കൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, അല്ലെ? എന്താണ് ശരി എന്താണ് തെറ്റു എന്നൊന്നും ഒരിക്കലും പറയാൻ ആര് ശ്രമിക്കുന്നില്ല? ബൽറാമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ബൽറാം ശ്രമിക്കുന്നില്ല. ബൽറാം തന്റെ സ്വന്തം മാസ്റ്റർ ആയിട്ടുള്ള അശോകിനെ കൊല്ലുന്നു. അശോകിനെ കൊന്ന് അദ്ദേഹത്തിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു. ആ പണം ഉപയോഗിച്ചാണ് ആള് പിന്നീട് സ്വന്തമായിട്ട് ദ വൈറ്റ് ടൈഗർ എന്ന പേരിൽ ഒരു ടാക്സി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടാക്സി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ ചിന്തിക്കുന്നത്, ഞാൻ ഒരു കൊലപാതകം ചെയ്തു, അത് എനിക്ക് എന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്റെ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് നെസസറി ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ആ ഒരു മേർഡർ എന്ന രീതിയിൽ ആള് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വരുന്നില്ല? ഒരു എത്തിക്കൽ അക്കൗണ്ടബിലിറ്റി വരുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഒരു എസ്സേയിലേക്ക് വരാം. എ കെ രാമാനുജൻ എഴുതിയിട്ടുള്ള ഈസ് ദെയർ എനി ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. രാമാനുജൻ അവോയ്ഡ്സ് ഡിഫൈനിങ് ആൻ ഇന്ത്യൻ മൈൻഡ് ഇൻ എസെൻഷ്യലിസ്റ്റ് ടേംസ്. അപ്പൊ രാമാനുജൻ പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ മൈൻഡ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യൻ മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻസ് അവരുടെ പല രീതികളും പണ്ടുള്ള വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. Then he emphasized plurality, variation and internal contradiction within Indian culture. അപ്പൊ ഇന്ത്യക്ക് പലതരത്തിലുള്ള വൈജാത്യങ്ങളുണ്ട്. കൾച്ചറൽ സെൻസിറ്റീവ് ആണ് ഇന്ത്യ എന്നാ പറയുന്നത്. എന്തില്ല? ഇന്ത്യക്ക് കൾച്ചറൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നാ പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, വേരിയേഷൻസ്, ഇന്റേണൽ കോൺട്രഡിക്ഷൻ ഒക്കെ ഇന്ത്യൻ കൾച്ചറിന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അസേർഷനും റീസണിങ്ങും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. ക്ലിയർ? ദെൻ പിന്നീട് രാമാനുജൻസ് ഡിസ്കഷൻ ഓഫ് ഫാമിലി റിസംബ്ലൻസ് പാറ്റേൺസ് ഇംപ്ലൈസ് ദാറ്റ്. ഇവിടെയുള്ള ഫാമിലി റിസംബ്ലൻസ് പാറ്റേണിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സിമിലാരിറ്റീസ് എമേർജ് വിതൗട്ട് ഫിക്സഡ് ഡെഫിനിഷൻസ്. ഫാമിലി റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കുടുംബത്തില് ചിലപ്പോൾ അച്ഛന്റെ അതേ ശൈലിയിലായിരിക്കും മകൻ വരുന്നത്. എന്നാൽ എല്ലാ മക്കളും അച്ഛനെ പോലെ ആകണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മൂത്ത മകൻ അച്ഛനെ പോലെയാണ്, രണ്ടാമത്തെ ആൾ അച്ഛനെ പോലെ അല്ല. അപ്പൊ ഈ സിമിലാരിറ്റീസ് പലപ്പോഴും ഫാമിലീസിനിടയിൽ ഉണ്ടാകും, പക്ഷെ അതിനെന്തില്ല? ഫിക്സഡ് ഡെഫിനിഷൻ ഇല്ല. അപ്പൊ ഫാമിലിക്കുള്ളിൽ ഇപ്പൊ അച്ഛനെ പോലെയാണ് മകൻ, ആദ്യത്തെ മകൻ അച്ഛനെ പോലെയാണ് ശീലങ്ങൾ,
രണ്ടാമത്തെ മകന് അച്ഛന്റെ ഒരു ശീലങ്ങളും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഫാമിലിക്കുള്ളിൽ സിമിലാരിറ്റീസ് ഉണ്ടാകും, പക്ഷേ അതിനെന്തില്ല, ഫിക്സഡ് ഡെഫിനിഷൻസിന് ഇല്ല എന്ന് പറയാനാണ് അദ്ദേഹം ആ ഒരു ടേം കൊണ്ട് വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ മറ്റു പല എസ്സകളിലും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഇതിനവസാനം രാമാനുജൻസ് എക്സാമ്പിൾസ് ഫ്രം എവ്രിഡേ ബിഹേവിയർ സജസ്റ്റ് ദാറ്റ്. അപ്പൊ ഒരു വ്യക്തിയുടെ എല്ലാ ദിവസത്തെയും പെരുമാറ്റത്തെ കുറിച്ച് ഉള്ള ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ആ ഉദാഹരണം എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, കൾച്ചറൽ കോഗ്നിഷൻ ഓപ്പറേറ്റ്സ് ത്രൂ പ്രാക്ടീസ് റാദർ ദാൻ അബ്സ്ട്രാക്ഷൻ. ഒരാളുടെ സാംസ്കാരികമായിട്ടുള്ള കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മെന്റൽ പ്രോസസ്, അത് അയാളുടെ ശീലങ്ങളിലൂടെയാണ് വരുന്നത്. ഒരാളുടെ ശീലങ്ങളിലൂടെയാണ് എന്ത് വരുന്നത്, പെരുമാറ്റം വരുന്നത്, അല്ലാതെ എന്തിലൂടെയല്ല, അബ്സ്ട്രാക്ഷൻ കോൺസെപ്റ്റുകളിലൂടെ അല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എവ്രിഡേ ബിഹേവിയർ, ഓരോ ദിവസത്തിലും ഓരോ ആളുടെ ശീലം, അത് അയാൾ എങ്ങനെയാണോ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത് നമ്മുടെ ഒരു പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് അനുസരിച്ചായിരിക്കും പിന്നീട് നമ്മുടെ കൾച്ചറൽ കോഗ്നിഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ സാനിറ്റിയെ കുറിച്ചുള്ള ചിന്തയൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മുടെ പ്രാക്ടീസിലൂടെയാണ് കൾച്ചറൽ കോഗ്നിഷൻ നടത്തുന്നത്. ഈ ബെഡ് കോഫി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല അല്ലെ. നമുക്ക് ബ്രഷ് ചെയ്യാതെ കോഫി കുടിക്കുക എന്നുള്ള സാധനം നമ്മുടെ ചിന്തയിൽ പോലും വരുന്നുണ്ടാവില്ല. അതൊക്കെ ഈ ഒരു കൾച്ചറൽ കോഗ്നിഷന്റെ ഭാഗമാണ്. ഈ കൾച്ചറൽ കോഗ്നിഷൻ ഉണ്ടാകുന്നത് പ്രാക്ടീസിലൂടെയാണ്, വെറും ചിന്തകളിലൂടെ അല്ല. ക്ലിയർ? സോ ഡിയേഴ്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്വിസിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സോ നന്നായിട്ട് പഠിക്കുക. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാമിനുള്ളത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.